അകാലത്തിൽ മരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തിന് സഹപ്രവർത്തകൻ നിർമ്മിച്ചു നൽകിയ വീടായ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നടന്നു. 2023 ഡിസംബർ 13 അകാലത്തിൽ നിര്യാതനായ യൂത്ത് കോൺഗ്രസ് കായംകുളം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഷാമോൻ തോട്ടത്തിലിന്റെ കുടുംബത്തിനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനുതാജാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കായംകുളം എരുവയിലാണ് 2023 ഡിസംബർ 13 അകാലത്തിൽ നിര്യാതനായ യൂത്ത് കോൺഗ്രസ് കായംകുളം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഷാമോൻ തോട്ടത്തിലിന്റെ കുടുംബത്തിനായി ഷാമോന്റെ സഹപ്രവർത്തകന്റെ സ്നേഹഭവനം ഉയർന്നത്. കായംകുളം ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാങ്ങി നൽകിയ ഭൂമിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനുതാജാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ MP നിർവഹിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരാണ് പാർട്ടിയുടെ കരുത്തെന്ന് MP പറഞ്ഞു. അവരെ പാർട്ടി സംരക്ഷിക്കും തെളിവാണ് ഈ ചടങ്ങെന്നും MP കൂട്ടിച്ചേർത്തു. അവർക്ക് ജീവിതത്തിന്റെ എല്ലാമായിട്ടുള്ള സ്വന്തം അത്താണി നഷ്ടപ്പെട്ടു പോയപ്പോൾ തളർന്നു പോവുമായിരുന്നു അവര്. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും. നമുക്ക് നാഥന്മാരായിട്ടുണ്ടാകുന്ന ആരുടെ പെട്ടെന്ന് നമ്മളെ വിധിയുടെ ഒരു ഇതനുസരിച്ച് നഷ്ടപ്പെട്ടു പോകുമ്പോൾ തളർന്നു പോകുന്നവരാണ് നമ്മളെ സഹോദരിമാരെല്ലാവരും. 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ ഏറ്റവും ആവശ്യം എന്താണ്? കീറിക്കിടക്കാൻ ഒരു കൂരയാണ്. ജോലിയാണെങ്കിലും മറ്റെല്ലാം വേണമെങ്കിലും ഒരു കൂര വേണം. അപ്പൊ അത്തരം കൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ മനസ്സിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറായി അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തു എന്ന് കാണുന്നതിന് സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അത് ഞാൻ എല്ലാ രീതിയിലും അവരെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇതൊരു സന്ദേശം കൂടിയാണ്. നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവര് അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവർ നോക്കാൻ പാർട്ടി ഉണ്ടാവും, കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സന്ദേശം കൂടിയാണ് ഇത്. പാർട്ടിയിലെ സുമനസ്സുകളായിട്ടുള്ള ഇത്തരം നല്ല നേതാക്കന്മാരും നമ്മളെ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടെന്നെങ്കിൽ കാര്യമൊന്നുമില്ല. എല്ലാവരും നിങ്ങളോടെല്ലാം ഞാൻ പറയുന്നിപ്പോ സമ്പാദിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ കാര്യമില്ല. കിട്ടുന്ന സമ്പാദ്യത്തിന്റെ കുറച്ച് അംശം ഇങ്ങനെ കൊടുക്കുന്ന നല്ല കാര്യങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം ഉണ്ടാവുക. നമ്മളെ പ്രസംഗവും പരിപാടിയും ഇതൊന്നുമല്ല ഇതിന്റെ കാര്യം. ഏതായാലും വീട് അവർക്ക് കൊടുത്തു. ഈ നല്ല മുഹൂർത്തത്തിന് പങ്കാളിയാവാൻ കഴിഞ്ഞ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്. കോൺഗ്രസ് കായംകുളം ടൗൺ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് വള്ളി റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയായി. പക്ഷെ നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് ഇതുപോലുള്ള ഭവന നിർമ്മാണത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയും പറയുന്ന ഡേറ്റില് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് അത് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയാതെ വർഷങ്ങൾ നീണ്ട് പോയിട്ടുള്ള പല ചരിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. സഹപ്രവർത്തകന്റെ കുടുംബത്തിനു വേണ്ടി ചുരുങ്ങിയ സമയം കൊണ്ട് മനോഹരമായ വീട് നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങിയ അനുതാജിന്റെ പ്രവർത്തനം മാതൃകയാണെന്നും MP പറഞ്ഞു. KPCC സെക്രട്ടറിമാരായ N രവി, A ത്രിവിക്രമൻ തമ്പി, KPCC അംഗം അഡ്വക്കേറ്റ് U മുഹമ്മദ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ T സൈൻലാബ്ദീൻ, ചെറുപ്പുറത്ത് മുരളി, യൂത്ത് കോൺഗ്രസ് അഖില ഇന്ത്യ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു, നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈജു മുക്കിൽ, അസിം നാസർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ നൌഫൽ ചെമ്പകപ്പള്ളി, ഷമീം ചിരാമത്ത്, വിശാഖ പത്തിയൂർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ, ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ, മുഹമ്മദ് സാജിദ്, ആര്യ ബോബൻ, കൃഷ്ണ അനു, റിയാസ് മുണ്ടകത്തിൽ, കായംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അംബിക, ഹാഷിം സേട്ട തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.